എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൽ നനച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഇവിടെ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് വൈകുന്നേരം പെട്ടെന്ന് അമ്മമാരുണ്ടാക്കി വെക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്ന അവലാണ്. നമ്മൾ പിന്നെ ഉള്ളത് തേങ്ങയാണ്. തേങ്ങ എത്രയും ചേർക്കുന്നു അത്രയും നല്ലതാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങയുണ്ട് ഇതിൽ. ഇതിനകത്ത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരം ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂണാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഒരു നല്ലൊരു സ്നാക്കോ ബ്രേക്ക്ഫാസ്റ്റോ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഒരു പലഹാരമാണ്. ഇതൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ല, അപ്പോൾ ഭയങ്കരമായിട്ട് അതങ്ങ് കുഴഞ്ഞു പോവും. ജസ്റ്റ് നമുക്കൊന്ന് നനയുന്ന പരുവേ ആകാവൂ. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കിന് നമുക്ക് കഴിക്കുന്ന പരുവാകും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്തു. അപ്പം തന്നെ ഇത് നന്നായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 കപ്പ് അവലിന് ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതുപോലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമുക്കിത് കഴിക്കാം. നമ്മുടെ അവിലൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ജലാംശമൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ലതായിട്ട് നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് നമുക്ക് പഴം കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ശർക്കര കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് റെസിപ്പികളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.